ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ എഴുന്നേറ്റ് വിളക്കൊക്കെ കൊളുത്തി ഇപ്പോൾ ഇത് 6 മണിയാവാൻ പോകുന്നേ ഉള്ളൂ. ചായക്ക് ഇത് പാലൊക്കെ എടുത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അടുപ്പിൽ തീ കൊളുത്തിയിട്ടുണ്ട്. പിന്നെ ചായ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചായ അച്ഛനും അമ്മയ്ക്കും കൊടുത്തതിന് ശേഷം എനിക്കുള്ളത് എടുത്തിട്ട് ഞാനത് കഴിച്ചു. പിന്നെ അതിന് ശേഷം രാവിലത്തെ ഭക്ഷണത്തിനുള്ളതാണ് ദോശയാണ് ഇന്നാക്കുന്നത്. രാവിലെ അരച്ച ദോശ, അതിൽ പച്ചരി, ചെറിയുള്ളി, തേങ്ങ, ഉപ്പ് ഇത്രയും സാധനങ്ങൾ കൂടി ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളമായി പോകാൻ പാടില്ല, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ലപോലെ അരഞ്ഞിട്ടില്ലെങ്കിൽ ആ ദോശ പൊളിഞ്ഞ് കിട്ടൂല. ഇതുപോലെ അരച്ചിട്ട് ആ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക. ഉടനെ തന്നെ ചുടാൻ നിൽക്കരുത്, ചുട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇന്നലെ കിട്ടിയ അയില ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഉപ്പ്, മുളക്, മഞ്ഞൾ എല്ലാം പെരക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ചട്ടിയിൽ നല്ലൊരു അയില മുളകിട്ടത് വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടുന്ന ഉള്ളി, തക്കാളി, ഒരു പച്ചമുളകിന് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ. അത് ഉപ്പും വെളിച്ചെണ്ണയും തിരുമ്മിയിട്ട് നന്നായിട്ട് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് വഴണ്ടി കിട്ടിയതിന് ശേഷം ഈ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഓൾറെഡി അയിലയിലെല്ലാം പെരക്കി വെച്ചതുകൊണ്ട് എല്ലാം കുറച്ചേ ഞാൻ ഇടുന്നുള്ളൂ. മുളക് പൊടിക്ക് നല്ല എരിവുണ്ട്, അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ട് ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതാ കുടംപുളി ഞാൻ ഇട്ടിട്ടുണ്ട്. കുടംപുളി ഇട്ട് അയിലക്കറിയാണ് വെക്കുന്നത്. കുടംപുളി ഇട്ട കറിക്ക് നല്ല ടേസ്റ്റാണല്ലോ. അത് അടച്ച് വെച്ചിട്ടുണ്ട്. തിള വരുന്ന സമയത്ത് നമുക്ക് അയില അതിലേക്ക് ഇട്ട് കൊടുക്കാം. അയില കുറച്ച് വലിപ്പമുള്ളതായതുകൊണ്ട് നല്ല വേവുണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇളക്കിയിട്ട് അതവിടെ അടച്ച് വെക്കാം. അപ്പോൾ അതിപ്പം ഏകദേശം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിലേക്ക് ഞാൻ വെന്ത അയിലയിലേക്ക് നമ്മളെ പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ടേസ്റ്റ് കൂടുന്ന. ഇപ്പോൾ ദോശയും ചുട്ടു, കറിയുമായി. അതും കൂട്ടി ഞങ്ങൾ രാവിലത്തെ ചായ കുടിച്ചു. ഇന്ന് ഉച്ചക്കത്തേക്ക് മാമ്പഴ പുളിശ്ശേരി, ഒരു മാമ്പഴമാണ് അതിനെടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ മുറിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾ, ഉപ്പ്, ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്നിട്ട് നന്നായിട്ട് വേവിക്കാൻ വെച്ചു സിമ്മിലിട്ടിട്ട്. അതിനുള്ള അരപ്പ് തേങ്ങ, ജീരകം, അതുപോലെ ഉപ്പ്, എന്നിട്ട് രണ്ടും കൂടി അടിച്ചിട്ട് ഇതിലേക്ക് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വറ്റൽമുളകും കടുകും കൂടി തളിച്ച്, കറിവേപ്പില ഉണ്ടായിരുന്നില്ല, കറിവേപ്പിലയും കൂടി ഇട്ടതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു. കറിവേപ്പില ഉണ്ടായിട്ടില്ല, അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇന്ന് ഉച്ചക്കത്തെ കറി. രാവിലത്തെ അയിലക്കറിയും മാമ്പഴ പുളിശ്ശേരിയും അച്ചാറും ആണ് ഉണ്ടായത്. പപ്പടം ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്